പരമ്പരാഗതമായി വർഷം തോറും നടത്തിവരാറുള്ള അംബിയ മുർസലീങ്ങളുടെ ആണ്ടുനേർച്ച ജൂലൈ 2 വ്യാഴാഴ്ച നടക്കും. പൊന്നാനി മസ്ജിദ് മുസമ്മിൽ ഇജാബയിൽ നടക്കുന്ന പരിപാടിക്ക് സുബഹ് നിസ്കാര ശേഷം മങ്കൂസ് മൗലിദോടെ ആരംഭം കുറിക്കും. തുടർന്ന് 8:30 ഖത്മുൽ ഖുർആൻ മജ്ലിസും 9:30 സാമൂഹിക സാംസ്കാരിക നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ കിറ്റ് വിതരണവും ആത്മീയ സംഗമവും 10:30 ഡോക്ടർ കോയ കാപ്പാടിന്റെ നേതൃത്വത്തിൽ റിഫായി റാത്തീബ് സംഗമവും നടക്കും. ആത്മീയ സംഗമം മർക്കസ് മാനേജിംഗ് ഡയറക്ടർ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ അസക്കാഫി തലപ്പാറ സംബന്ധിക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ex-MP സി ഹരിദാസ്, മുൻ MLA പി നന്ദകുമാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, വഖഫ് ബോർഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ, സയ്യിദ് മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾ, ചരിത്രകാരൻ TV അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ, സഹൽ ബാഫക്കി തങ്ങൾ, സയ്യിദ് അമീൻ തങ്ങൾ, മറ്റ് സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. ചടങ്ങിൽ മലബാറിലെ മക്ക, പൊന്നാനി മക്ബറകളുടെ നാട് എന്ന ഹാജി KM മുഹമ്മദ് കാസിംഖോയ രചിച്ച പുസ്തകം മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയിൽ നിന്ന് സ്വീകരിച്ച അക്ബർ ട്രാവൽസ് MD ഡോക്ടർ KV അബ്ദുൽ നാസർ പ്രകാശനം ചെയ്യും. മഗ്രിബ് നിസ്കാരാനന്തരം ഹിലർ നബിയുടെ പേരിലുള്ള മൗലീദും ഇശാ നിസ്കാര ശേഷം സുലൈമാൻ നബിയുടെ പേരിലുള്ള മൗലീദ്, അംബിയ മുർസലീങ്ങളുടെ മൗലീദ് എന്നിവയും അർദ്ധരാത്രിയോടെ അസ്ഹാബുൽ ബദർ റാത്തീബും പുലർച്ചെയോടെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കും ലോക സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന മജ്ലിസും ഭീകരവാദത്തിനും തീവ്രവാദത്തിനെതിരെയുമുള്ള പ്രതിജ്ഞയും നടക്കും. പരിപാടിയുടെ ഭാഗമായി 3000-ഓളം കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും അന്നദാനവും നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ഏറ്റവും ശ്രദ്ധേയമായത് ജാതി മതഭേദമന്യേ സമൂഹത്തിലുള്ള അശരണരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം നൽകുക എന്നുള്ള വളരെ മഹത്വമേറിയ കർമ്മത്തിനാണ് അംബിയ മുർസലീങ്ങളുടെ ആണ്ട് നേർച്ചയിലൂടെ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. നേർച്ചയിൽ ഒതുങ്ങുന്നതല്ല, ആ ദിവസത്തിൽ ഒതുങ്ങുന്ന പ്രോഗ്രാം മാത്രമല്ല, ഇവിടെ എല്ലാ സമയങ്ങളിലും പാവങ്ങൾക്ക്, പട്ടിണി കിടക്കുന്നവർക്ക്, വിഷമം അനുഭവിക്കുന്നവർക്ക് സാന്ത്വനവും ആശ്വാസവുമായി എല്ലാ സമയങ്ങളിലും നിലകൊള്ളുക എന്നുള്ളതാണ് ഈ വീടിൻ്റെയും ബഹുമാന്യരായ ഉസ്താദിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ നേതൃത്വത്തിലായി നടന്നുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ പൊന്നാനിക്കാർ മാത്രമല്ല, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസവും സാന്ത്വനവും പ്രതീക്ഷകളും നൽകുന്നതാണ്. സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പാലോളി ശ്രീരാമകൃഷ്ണൻ, ഹരിദാസ്, നമ്മുടെ മുൻ MLA നന്ദകുമാർ, നമ്മുടെ വൈസ് ചെയർമാൻ മുൻ ചെയർമാൻ സക്കീർ സാഹിബ്, അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക സാംസ്കാരിക മുനിസിപ്പൽ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ സംബന്ധിക്കുന്ന വിഷയം. അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് നടക്കുന്ന മഗ്രിബ് നിസ്കാരാന്തരം ശേഷം സയ്യിദുനാ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൗലിദ് തുടങ്ങി ഇശാഇന് ശേഷം 8:30 സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകം അറിയപ്പെടുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന എന്ന് വെച്ചാൽ ക്രൈസ്തവരടക്കം കിങ് സോളമൻ എന്നാണ് പറയുന്നത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൗലിദ് കഴിഞ്ഞ് അംബിയ മുർസലീങ്ങളുടെ മൗലിദ് തുടങ്ങും. അംബിയ മുർസലീങ്ങളുടെ മൗലിദ് തുടങ്ങി കഴിഞ്ഞ് ഏകദേശം സമയം വളരെയധികം അർദ്ധരാത്രിയോടുകൂടി നീങ്ങുന്ന സമയത്ത് അസ്ഹാബിൽ റാത്തീബ്. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് സീദിക്കോയ തങ്ങൾ നീറ്റിക്കൽ, KM മുഹമ്മദ് കാസിംഖോയ, യഹിയ നായിമി മൂന്നാക്കൽ, AB ഉമ്മർ, KM മുഹമ്മദ് ഇബ്രാഹിം ഹാജി, KM അബ്ദുൾ റസാഖ് ഹാജി, KM മുഹമ്മദ് ഫൈസൽ റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു.